14 ഡിവിഷനിലെ 50 നമ്പർ അംഗനവാടിക്ക് ഇനി മുതൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കാം. നഗരസഭ 19 ലക്ഷം രൂപ നീക്കിവെച്ചാണ് അംഗനവാടിയുടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭ 14 ഡിവിഷനിലെ 50 നമ്പർ അങ്കണവാടി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടപ്പള്ളിച്ചിറ കണ്ണീറ്റുമലയ്ക്ക് സമീപമുള്ള അങ്കണവാടി സ്വന്തം കെട്ടിടമില്ലാത്തതിനാൽ വർഷങ്ങളായി യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവരെ ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ഒരു മനസ്സോടുകൂടിയുള്ള ഭരണ സംവിധാനത്തിന് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വൈസ് ചെയർമാൻ കെ.പി. സലീം അധ്യക്ഷത വഹിച്ചു. നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു വികസന മുന്നേറ്റം ഈ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായി മറ്റു വ്യക്തിപരമായ യാതൊരു താല്പര്യമില്ലാതെ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ് ഈ കാണുന്ന വികസനങ്ങൾക്കെല്ലാം ആധാരം. സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ഭീമൽ ചന്ദ്രൻ, ഷൈനി ഏലിയാസ്, ഡിവിഷൻ കൌൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ, കൌൺസിലർമാരായ മോളി വലിയകട്ടയിൽ, പി ഗിരീഷ് കുമാർ, ബാബു പാറയിൽ, ജോജിമൻ ചാരുപ്ലാവിൽ, രമ വിജയൻ, ഡോക്ടർ സജനി പ്രതീഷ്, ICDS പ്രോഗ്രാം ഓഫീസർ സി സുധ, സൂപ്പർവൈസർ റീസ രമ്യ ഫ്രാൻസിസ്, അങ്കണവാടി ടീച്ചർ ശ്രുതി ശ്രീധർ, KS പൗലോസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സോമൻ വല്ലയിൽ, ജോർജ് ആനക്കോട്ടിൽ, സോജൻ ജോർജ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ വികാരമാണ് കണ്ണീറ്റുമല ശ്മശാനവും കണ്ണീറ്റുമലയിലെ നമ്മുടെ മാലിന്യ പ്ലാന്റും ഒക്കെ. അതില് ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം അതിന്റെ രാഷ്ട്രീയം എപ്പോഴും ഉള്ളിലുള്ള ആളുകളാണ്. ആ പ്രദേശത്താണ് ഇവർ സ്വയം ഇറങ്ങിത്തിരിച്ച് മുൻ ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടി തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി ഈ നാട്ടിൽ പിരിച്ചെടുത്തത് കൊണ്ടാണ് ഈ 3 സെന്റ് സ്ഥലം വാങ്ങിച്ച് നമ്മൾ പുതിയ കെട്ടിടം തുടക്കം കുറിച്ചിരിക്കുന്നത്. മുൻ അങ്കണവാടി ടീച്ചർ MN അമ്മിണി തങ്കപ്പൻ, RS ജയ്മോൻ കണയ്ക്കാപ്പറമ്പിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭ 19 ലക്ഷം രൂപ നീക്കിവെച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.